2011 ഞാൻ ആദ്യമായിട്ട് മീഡിയ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യണത്. അന്ന് ഞാൻ വർക്ക് ചെയ്തത് കലാപ്രേമി എന്ന് പറഞ്ഞിട്ടൊരു പത്രത്തിലാണ്. ഇന്നും അതേ കലാപ്രേമി പത്രത്തിൽ തന്നെയാണ് ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യണത്. 2011 ജനുവരി 9 ആയിരുന്നു നമ്മളെ വിളപ്പിശാല ചവർ സമരം. ആ നാട്ടുകാരുടെ നിസ്സഹായാവസ്ഥ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് പുറം ലോകത്തിന് ആ കാഴ്ചകൾ കാണിച്ചത് ഞാനായിരുന്നു. അന്ന് മുണ്ട് വലിച്ചു കെട്ടിയിട്ടാണ് ഞങ്ങൾ അതിൽ എക്സിബിഷനൊക്കെ നടത്തിയത്. അന്ന് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ MR ബൈജോണനായിരുന്നു. അന്ന് അവിടെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ലാത്തി ചാർജ് ഉണ്ടായി. അന്ന് ബൈജോണനെയൊക്കെ മർദ്ദിക്കുന്ന ഫോട്ടോസ് ഒരുപാട് എടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രസ് ഫോട്ടോഗ്രാഫി ആദ്യമായിട്ട് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇത്രയും വർഷമായി ആദ്യമായിട്ടാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം. ബൈജോണന്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുത്തത് എന്റെ ക്യാമറയിലൂടെയായിരുന്നു. അണ്ണന്റെ കല്യാണം, മോളുടെ മാമോദിസ, സഹോദരങ്ങളുടെ കല്യാണം, അങ്ങനെ ആ ഫാമിലി മൊത്തം എന്റെ ഫാമിലി പോലെയാണ്. ഞാൻ രാത്രി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് 11 മണിയായപ്പോ ബൈജോണന്റെ ഒരു കോള്. എടാ, എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറ വരെ ഒന്ന് പോകണം. നാളെ രാവിലെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഒന്ന് വാങ്ങണം. എനിക്ക് അദ്ദേഹത്തിന്റെ മോനെ ഒന്ന് കാണണം, മറിയമ്മ ചേച്ചിയെ ഒന്ന് കാണണം, അവരെ ഒരു അനുഗ്രഹം വാങ്ങണം, തിരിച്ചു വരണം. അണ്ണ അവിടെ കല്ലറയിലവിടെ ചെന്നപ്പം അണ്ണന്റെ മനസ്സെല്ലാം കയ്യിൽ നിന്ന് പോയി. അണ്ണൻ കരഞ്ഞപ്പോഴാണ് ശരിക്കും ഇവര് തമ്മിൽ ഇത്ര ആത്മബന്ധം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അണ്ണന്റെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത ഞാനാണ്. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഉമ്മൻചാണ്ടി സാറും സാറിന്റെ വൈഫും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് പുള്ളി CM ആണ്. ബൈജു അണ്ണൻ ഈ മണ്ഡലത്തിലെ ആൾക്കാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സഹവാസവും അവരിൽ ഒരാളായിട്ട് ജീവിക്കുകയാണ് ശരിക്കും ചെയ്യണത്. അതുകൊണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് അഭ്യർത്ഥന എന്ന് പറയുന്ന സാധനം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ ട്രാവൽ ഏജൻസിയുടെ അകത്ത് പോയിട്ട് അവിടെ നിർത്തി പെട്ടെന്നൊരു സാധനം തട്ടിക്കൂട്ടി കൊടുത്ത് അതിനുശേഷം എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹത്തോടു കൂടി അണ്ണൻ നോമിനേഷൻ കൊടുത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് നോമിനേഷൻ കൊടുക്കുന്ന ഒരു ചടങ്ങ് ഞാൻ കാണുന്നത്. സത്യപ്രതിജ്ഞയൊക്കെ ചൊല്ലി ദൈവമേ എന്ന് വിചാരിച്ചാണ് അണ്ണൻ ആ ഓഫീസറിന്റെ മുന്നിൽ നോമിനേഷൻ കൊടുത്തത്. എന്തായാലും ഇവിടുത്തെ ജനമനസ്സുകളുടെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ബൈജോണ്ണനോടൊപ്പം ആത്മാർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ ബൈജു അണ്ണൻ നോമിനേഷൻ കൊടുത്ത് അങ്ങനെ നിങ്ങളെ മുമ്പിലോട്ട് ഇന്നോട്ട് എത്തുകയാണ്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ സ്വന്തം ബൈജോണ്ണനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എന്നിൽ പകർന്നു നൽകിയ സ്നേഹം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി രേഖപ്പെടുത്തണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക.